തനിനിറം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബസ്സിൽ കയറാൻ അനുമതി ചോദിച്ച് സ്കൂൾ വിദ്യാർത്ഥി സ്വകാര്യ ബസ് കണ്ടക്ടറോട് കൈകൂപ്പിയ സംഭവം. നടപടിയെടുത്ത് മോട്ടോർ വാഹന വകുപ്പ്. കണ്ടക്ടറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. തൃശൂർ എരുമപ്പെട്ടിയിൽ ദമ്പതികളുടെ ബൈക്കിൽ കാറിടിച്ചു കയറി യുവാവിന് ദാരുണാന്ത്യം. ഗുരുതരമായി പരിക്കേറ്റ യുവതി ആശുപത്രിയിൽ ചികിത്സയിൽ. തൂവാനൂരിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു കയറി. മലപ്പുറം സ്വദേശികളായ 6 പേർക്ക് പരിക്കേറ്റു. അപകടം മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ. 150 കോടി ജനങ്ങളുള്ള ഇന്ത്യ എന്തുകൊണ്ട് വേൾഡ് കപ്പിൽ ഫുട്ബോൾ കളിക്കുന്നില്ല? ചർച്ച ചെയ്യുന്നു തനിനിറം ന്യൂസ് ഗോൾ ഗാർഡനിലൂടെ. വാർത്തകൾ വിശദമായി. ബസ്സിൽ കയറാൻ അനുമതി ചോദിച്ച് സ്കൂൾ വിദ്യാർത്ഥി കണ്ടക്ടറോട് കൈകൂപ്പിയ സംഭവം. യാത്രാനുമതി നിഷേധിച്ച കണ്ടക്ടർക്കെതിരെ നടപടിയെടുത്ത് മോട്ടോർ വാഹന വകുപ്പ്. കുട്ടികളെ വാഹനത്തിൽ കയറ്റാതെ പോയ സ്വകാര്യ ബസ് കണ്ടക്ടറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ബസ്സിൽ കയറാൻ അനുമതി ചോദിച്ച് സ്കൂൾ വിദ്യാർത്ഥി കണ്ടക്ടറോട് കൈകൂപ്പിയ സംഭവം. യാത്രാ അനുമതി നിഷേധിച്ച കണ്ടക്ടർക്കെതിരെ വടിയെടുത്ത് മോട്ടോർ വാഹന വകുപ്പ്. കുട്ടികളെ വാഹനത്തിൽ കയറ്റാതെ പോയ സ്വകാര്യ ബസ് കണ്ടക്ടറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ബസ്സിൽ കയറ്റണമെന്ന് യാചിക്കുന്ന വിദ്യാർത്ഥിയുടെ വീഡിയോ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. സംഭവത്തിനെതിരെ പ്രതിഷേധവുമായി വിദ്യാർത്ഥി സംഘടനയായ SFI രംഗത്തെത്തിയിരുന്നു. വടക്കാഞ്ചേരി ക്ലേലിയ സ്കൂളിലെ കുട്ടികൾക്കാണ് ഏറെ നേരം റോഡിൽ കാത്തുനിൽക്കേണ്ടി വന്നതും യാചിക്കേണ്ട അവസ്ഥയുണ്ടായതും. വടക്കാഞ്ചേരി കുന്നംകുളം റൂട്ടിലെ മെജോമോൻ ബസ്സിലെ കണ്ടക്ടർ മംഗലം സ്വദേശി ദാസന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ നടപടിയെടുത്തതായി വടക്കാഞ്ചേരി സബ് RTO ഓഫീസിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സെന്തിൽ വ്യക്തമാക്കി. 10ാം ക്ലാസ്സുകാരനായ ഒരു വിദ്യാർത്ഥി കൈകൂപ്പി അപേക്ഷിക്കുന്നതാണ് വീഡിയോയിൽ ഉണ്ടായിരുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ സംഭവം വലിയ ചർച്ചയായതോടെ കണ്ടക്ടറെ സബ് RTO ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ലൈസൻസ് കണ്ടുകെട്ടി. രേഖാമൂലം വിശദീകരണം തേടി. സംഭവത്തിന്റെ നിജസ്ഥിതി അറിയിക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസും നൽകി. ശിക്ഷാ നടപടികളുടെ ഭാഗമായി ദാസനെ എടപ്പാളിലെ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശീലന കേന്ദ്രത്തിൽ 5 ദിവസത്തെ ട്രെയിനിങ്ങിന് അയക്കുമെന്നും സെന്തിൽ അറിയിച്ചു. ഭാര്യയുമൊത്ത് ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ കാറിടിച്ചു കയറി പ്രവാസി യുവാവിന് ദാരുണാന്ത്യം. എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാവാണ് ചികിത്സയിലിരിക്കെ മരണത്തിന് കീഴടങ്ങിയത്. ഭാര്യയുമൊത്ത് ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ കാർ ഇടിച്ചു കയറി പ്രവാസി യുവാവിന് ദാരുണാന്ത്യം. എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാവാണ് ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയോടെ മരണത്തിന് കീഴടങ്ങിയത്. ആദൂർ കാരങ്ങൽ സ്വദേശിയായ 24-കാരൻ മുഹമ്മദ് ഹാഷിമാണ് മരിച്ചത്. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ ഹാഷിമിന്റെ ഭാര്യ എരുമപ്പെട്ടി സ്വദേശിനിയായ 20-കാരി സിയ മൈമൂന ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4 മണിയോടെ കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ പാഴിയോട്ടുമുറി പാത്രമംഗലം റോഡിന് സമീപത്ത് വെച്ചായിരുന്നു ദാരുണമായ സംഭവമുണ്ടായത്. വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും അമിത വേഗത്തിൽ വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് എതിർദിശയിൽ വരികയായിരുന്ന മുഹമ്മദ് ഹാഷിമിന്റെയും ഭാര്യയും സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നുവെന്നാണ് വിവരങ്ങൾ. ഇടിയുടെ ആഘാതത്തിൽ ദമ്പതികൾ ദൂരേക്ക് തെറിച്ചു വീണു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഹാഷിമിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തുടയിൽ തകർന്നിരുന്ന ഹാഷിമിന്റെ കാൽ ശസ്ത്രക്രിയയിലൂടെ മുറിച്ചു മാറ്റിയിരുന്നു. എങ്കിലും പുലർച്ചെ 2:30-യോടെ അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. സിയ മൈമൂനയുടെ കൈകാലുകളിലെ എല്ലുകൾക്കും ഇടുപ്പലിനും പൊട്ടലുണ്ട്. അങ്കമാലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ഇവരെ അടിയന്തര ശസ്ത്രക്രിയയ്ക്കും വിധേയയാക്കി. 2 വർഷം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം. എരുമപ്പെട്ടിയിലെ ഭാര്യ വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത്. ജോലി സംബന്ധമായി അടുത്ത ദിവസം ദുബായിലേക്ക് പോകാനിരിക്കെയാണ് ഹാഷിമിനെ മരണം തേടിയെത്തിയത്. തൃശൂർ തൂവാനൂരിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു കയറി 6 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ മലപ്പുറം സ്വദേശികളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ തൂവാനൂരിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു കയറി 6 പേർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് അപകടം നടന്നത്. പരിക്കേറ്റ മലപ്പുറം സ്വദേശികളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കുകൾ ഗുരുതരമല്ലെന്നാണ് വിവരങ്ങൾ. തൂവാനൂർ ഭാഗത്ത് വെച്ച് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട കാർ പാതയോരത്തെ വൈദ്യുത തൂണിൽ ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ വാഹനത്തിന്റെ മുൻവശം തകർന്ന നിലയിലാണ്. മലപ്പുറത്ത് നിന്നും തൃശൂരിലെത്തി മടങ്ങുകയായിരുന്ന 6 അംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ഇനി ലോകകപ്പ് വിശേഷങ്ങളുമായി ഗോൾ ഗാർഡൻ. 150 കോടി ജനങ്ങളുള്ള നമ്മുടെ ഇന്ത്യ എന്തുകൊണ്ട് ഫുട്ബോൾ കളിക്കുന്നില്ല? ചർച്ച ചെയ്യാം തനിനിറം ന്യൂസ് ഗോൾ ഗാർഡനിലൂടെ. 150 കോടി ജനങ്ങളുള്ള നമ്മുടെ ഇന്ത്യ എന്തുകൊണ്ടാണ് ഫുട്ബോൾ ലോകകപ്പ് കളിക്കാത്തത്? ഈ ചോദ്യം നമ്മൾ സ്വയം ഒട്ടേറെ തവണ ചോദിച്ചിട്ടുണ്ടാവും. അതിനുള്ള ഏറ്റവും കൃത്യമായ മറുപടി തന്നിരിക്കുകയാണ് ഇന്ത്യൻ ഫുട്ബോളിന്റെ ഇതിഹാസം സുനിൽ ഛേത്രി. ആ വാക്കുകളിൽ നിരാശയല്ല, മറിച്ച് കഠിനമായ ഒരു യാഥാർത്ഥ്യമുണ്ട്.
നമുക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല ഇന്ത്യ ലോകകപ്പിന് യോഗ്യത നേടാത്തത്. യഥാർത്ഥ പ്രശ്നം നമ്മൾ ഇതുവരെ ഒരു യഥാർത്ഥ കായിക രാഷ്ട്രമായി മാറിയിട്ടില്ല എന്നതാണ്. ശരിയാണ്, കൃത്യമായ പ്രായത്തിൽ കൃത്യമായ ഒരു സംവിധാനത്തിലൂടെ പ്രതിഭകളെ കണ്ടെത്താനും അവരെ വളർത്തിയെടുക്കാനും നമുക്ക് ഇന്നും സാധിക്കുന്നില്ല. ഈ 180 കോടി ജനങ്ങൾക്കിടയിൽ മൺമറഞ്ഞു പോകുന്ന എത്രയോ പ്രതിഭകളുണ്ട്. ഒരിക്കൽ പോലും തിരിച്ചറിയപ്പെടാതെ, ഒരൊറ്റ അവസരം പോലും കിട്ടാതെ പോകുന്ന എത്രയോ കുട്ടികൾ. യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഫ്രാൻസും ജർമ്മനിയും അർജന്റീനയും ബ്രസീലും ഒക്കെ ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ചെറുപ്പത്തിൽ തന്നെ പ്രതിഭകളെ കണ്ടെത്താനും അവർക്ക് മികച്ച പരിശീലനവും മികച്ച സൗകര്യങ്ങളും നൽകാനും ശക്തമായ ഒരു സംവിധാനമുണ്ട്. ആ സിസ്റ്റമാണ് അവരുടെ കരുത്ത്. കഴിവുള്ള എല്ലാ കുട്ടികളെയും കണ്ടെത്താനും അവർക്ക് ശരിയായ അവസരങ്ങൾ നൽകാനും സാധിക്കുന്ന ഒരു രാജ്യാന്തര സംവിധാനം ഇന്ത്യ കെട്ടിപ്പടുക്കുന്ന ദിവസം, അന്ന് നമ്മൾ ഫുട്ബോളിൽ മാത്രമല്ല ലോകത്തെ എല്ലാ കായിക ഇനങ്ങളിലും മുന്നേറും. കാരണം സുനിൽ ഛേത്രി പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ കഴിവൊരു പ്രശ്നമേ അല്ല, നമ്മുടെ സംവിധാനമാണ് പ്രശ്നം. മാറ്റങ്ങൾ താഴെത്തട്ടിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ. സ്പോർട്സ് ഡെസ്ക് തനിനിറം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. തുടർന്നും വാർത്തകൾ മുടങ്ങാതെ കാണുവാനായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിറമെഴുതിയ സുദിനം പ്രിയകരമതിമൃദുലം ശുഭകരം മനഹിതം അണിയുക കനകം ചിരി പകരണ നിമിഷം നിറയണ നറുഹൃദയം ശുഭകരം മനഹിതം അണിയുക കനകം താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുഗണം സ്നേഹമുഖം ചേരുമുടൽ പൊന്നായി മിന്നുന്നു നിൻ മനം സ്വർണ്ണമുഖി 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 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം.